ഇപ്പം നമ്മളൊരു കാര്യം ആവണമെന്ന് വിചാരിച്ച് നമ്മളത് ഫേക്ക് ചെയ്യുക. ആക്ച്വലി നമ്മളെ ബ്രെയിനെ തന്നെ ഫൂൾ ചെയ്യുക. അതാണ് ഏറ്റവും കോർ മാനിഫെസ്റ്റേഷൻ്റെ. കണ്ടിട്ടുണ്ടോ ഞാൻ ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാം താഴെ സ്ക്രോൾ ഇങ്ങനെ ചെയ്യുമ്പം 799 899 99 എന്നൊക്കെ പറഞ്ഞ സാധനം വരാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സംഭവം നടന്നു എന്ന് വിചാരിച്ച് ഇരിക്കുക. അപ്പോൾ ആക്ച്വലി ബ്രെയിൻ ഇത് നടന്നല്ലോ, ഇനി ഞാൻ വർക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ഐഡൽ പോലെ ആയിപ്പോയ വെള്ളത്തുള്ളി ഡ്രോപ്പായിട്ട് ഇപ്പം ഭയങ്കര ഒരു ഹാർഡസ്റ്റ് കല്ലിൽ വന്ന് ഡ്രോപ്പായിട്ട് ഒരേ ഏരിയയിൽ തന്നെ വീണുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ബ്രേക്ക് ആവും. വാട്ടർ ഈസ് നോട്ട് സ്ട്രോങ് വെൻ ഇറ്റ് കമ്പയർസ് ടു ദാറ്റ് റോക്ക്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ തുള്ളി വീഴുന്നതുകൊണ്ട് ഇതാവും. ഹായ് ഗായ്സ്, ദിസ് ഇസ് മീനാക്ഷി. ദിസ് ഈസ് അനൂപ് ജാൻ. നമുക്കിന്ന് ഒരു പുതിയൊരു കാര്യത്തെക്കുറിച്ച് വെറുതെ ഒന്ന് സംസാരിക്കാം. അതായത് ജെൻസികൾക്കിടയിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ സംസാരിക്കുന്ന മാനിഫെസ്റ്റേഷൻ. യെസ്, മാനിഫെസ്റ്റേഷൻ. എന്താണ് മീനാക്ഷി ശരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ? എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക സോഫിസ്റ്റിക്കേറ്റഡ് ടേമൊന്നും അല്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഗോള് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഡെയിലി അതാവണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓൾറെഡി നമ്മളതായി എന്ന് വിചാരിച്ച് ആ ഒരു ഓറ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഡെയിലി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പോൾ അത് ഇവഞ്ച്വലി അത് നടക്കും. അല്ലാതെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, നമ്മളതാവത്തില്ല എന്നുള്ളൊരു നെഗറ്റിവിറ്റി കൊണ്ടുവരാൻ അല്ല, ഇതിപ്പോ ഒരു പോസിറ്റീവ് സംഭവം കൊണ്ടുവരാം. നമ്മുടെ പഴയ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ അത് ചുറ്റും കൂടി നിന്ന് നടത്തിത്തരും. ആ ഒരു ആഗ്രഹിച്ച ലോകം ചുറ്റും നിന്ന് നടത്തിത്തരും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് മാനിഫെസ്റ്റേഷനിലും നമ്മൾ വർക്ക് ചെയ്യണം. മാനിഫെസ്റ്റേഷൻ്റെ റിയൽ സംഭവം നമ്മളിപ്പോൾ എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും നമ്മളിപ്പം എന്താ പറയുക, ബിലീവ് ചെയ്യുക, തിങ്ക് ചെയ്യുക, അഫർമേഷൻ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, പിന്നെ ആക്ഷൻ ചെയ്യുക. ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ പലരും പറയുന്നത് ചുമ്മാ കുറേ അഫർമേഷൻസ് ഇട്ടാൽ മതി, കുറേ നമ്പർ എഴുതി പേപ്പർ മടക്കി വെച്ചാൽ മതി, വാട്ടർ മാനിഫെസ്റ്റേഷൻ വെള്ളത്തിലിങ്ങനെ എഴുതി വെച്ച് കുടിച്ചാൽ മതി. ആക്ച്വലി വി നീഡ് ആക്ഷൻ. വെർ ഇസ് ദ ആക്ഷൻ ദെയർ? നമ്മൾ ഫിസിക്കലി പോയൊരു കാര്യം ചെയ്താലേ അതവിടെ നടക്കൂ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്കൊരു പുഷ് തരാനേ പറ്റത്തുള്ളൂ. നമുക്കൊരു പോസിറ്റിവിറ്റി, ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷെ പലരും അങ്ങനെ അല്ല എടുത്തിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരുപാട് യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ ഇങ്ങനെ 1 2 3 എന്ന നമ്പർ ഒരു പേപ്പറിൽ എഴുതി മടക്കി വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ 1 ലക്ഷം കിട്ടും, മാനിഫെസ്റ്റ് ചെയ്യും, ഇതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവമാണ് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആക്ച്വലി പീപ്പിൾ ആർ ബിലീവിങ് ഇറ്റ്. അതിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഇന്നതാകണം എന്നൊരു ആഗ്രഹം ഉണ്ടെച്ചാൽ അത് ആയി എന്ന് പറഞ്ഞ് നമ്മൾ നടക്കണം. ഒരു തരം വട്ടെന്ന് പറയില്ല നാട്ടുകാർ. അത് അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്ന വട്ടെന്ന് പറയും. ഇങ്ങനെ ഞാനിപ്പം നിനക്കിപ്പോൾ ഒരു ആക്ടർ ആവണം, ഞാൻ ആക്ടർ എന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ആളുകൾ പറയും വട്ടാന്ന് പറയും. പക്ഷേ അതിൻ്റെ ഒരു കോറെന്ന് പറയും, ഇപ്പം നമുക്ക് നമ്മുടെ ബ്രെയിനിന് നമ്മുടെ ഇമോഷൻസ് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഉള്ള ഒരു കാര്യമാണ്. സൈക്കോളജിസ്റ്റ് എല്ലാം പ്രൂവൺ ചെയ്ത് അവർ ഇത് ഓതറൈസ്ഡ് ആയിട്ട് പറയുന്നൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ ഫേക്ക് ചെയ്ത് നീ ഇപ്പോൾ ചിരിക്കുന്നെന്ന് വെച്ചോ, ബ്രെയിൻ റീഡ് ചെയ്യുന്നത് നീ ശരിക്കും ചിരിക്കുവാണ്, നീ ചുമ്മാ ഒന്ന് കരയാന്ന് വെച്ചോ, അവിടെയും ബ്രെയിൻ റീഡ് ചെയ്യുന്നത് യു ആർ ആക്ച്വലി ക്രൈയിങ്. സോ അതിനനുസരിച്ചുള്ള ഹോർമോൺസും ബോഡിയിൽ എന്താ പറയുക ഫങ്ഷൻസും ഒക്കെ ആ ഒരു അക്കോർഡിംഗ്ലി പോവും. അതുപോലെയാണ് ഇപ്പം നമ്മളൊരു കാര്യം ആവണമെന്ന് വിചാരിച്ച് നമ്മളത് ഫേക്ക് ചെയ്യുക. ആക്ച്വലി നമ്മളെ ബ്രെയിനെ തന്നെ ഫൂൾ ചെയ്യുക. അതാണ് ഏറ്റവും കോർ മാനിഫെസ്റ്റേഷൻ്റെ. നമ്മുടെ ബ്രെയിനെ നമ്മൾ പറ്റിക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാനിഫെസ്റ്റേഷൻ ഒരു കോറ് പറഞ്ഞല്ലോ, ഇങ്ങനെ ബിലീവ് ചെയ്യുക, തിങ്ക് ചെയ്യുക, അഫർമേഷൻ ചെയ്യുക, പിന്നെ നമ്മൾ ആക്ഷനിലോട്ട് വരിക. പക്ഷേ ഇതൊരു മാർക്കറ്റിങ്ങിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് യൂട്യൂബ് ചാനൽസും ഇൻസ്റ്റാഗ്രാം മെയിനായിട്ട് കുറേ പേര് ഇതിന് വേണ്ടിയിട്ടൊരു മാനിഫെസ്റ്റേഷന് വേണ്ടി തന്നെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് അഫർമേഷൻസ് പറയുക, അത് കഴിഞ്ഞൊരു 24 hours കഴിഞ്ഞോ ഒരു 1 week കഴിഞ്ഞോ ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് കിട്ടും. അത് ആക്ച്വലി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നുന്നത്. മാനിഫെസ്റ്റേഷൻ്റെ റിയൽ എയിമിൽ നിന്ന് മാറി മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് ഇൻകം ജനറേറ്റ് ചെയ്യുന്നൊരു സോഴ്സിലോട്ട്, ആ ഒരു രീതിയിലോട്ട് ഈ ടോപ്പിക് മാറിയിട്ടുണ്ട്. നീ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പം 799 899 99 എന്നൊക്കെ പറഞ്ഞ സാധനം വരാറുണ്ട്. പക്ഷേ അതിന്റെ താഴെയൊന്നും ഇത് കാണുന്നില്ല, ഒരു നെഗറ്റീവ് കമന്റ് കാണുന്നില്ല. ഞാൻ മെയിനായിട്ട് നോക്കുന്നതാണ് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഉണ്ടോ, എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഇടുമ്പോൾ അതിനെ
ഒപ്പോസിറ്റ് ആരെങ്കിലും ഒക്കെ കാണല്ലോ. പക്ഷെ ഒന്നും കാണുന്നില്ല അതിന്റെ അടിയിൽ. എല്ലാവരും അവരുടെ സക്സസ് സ്റ്റോറി അവരിങ്ങനെ ചെയ്തു, താങ്ക് യു പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് ഒക്കെ ഇങ്ങനെ പർട്ടിക്കുലർലി ഒരു 2-3 അക്കൗണ്ട്സ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ ഈ അഫർമേഷൻസ് പറയൂ, അടുത്ത 24 hours അല്ലെങ്കിൽ 48 hours നിങ്ങൾക്ക് ഇത് കിട്ടും. ഇല്ല, എനിക്കൊരു ഫ്രണ്ട് കിട്ടിയില്ലെങ്കിൽ അവർ പറയുന്നത് അറിയോ, ഞാനിതുപോലെ ഒരാൾക്ക് കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓട്ടോമേറ്റഡ് മെസ്സേജ് വരുമല്ലോ. അപ്പോൾ അതിൽ അവരൊരു 499 കോഴ്സ്, ഇതൊരു കോഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അഫർമേഷൻ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ അവർ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത രീതി ശരിയല്ല. അപ്പോൾ കോഴ്സിലിട്ട് ഈ കോഴ്സ് എടുക്കൂ. സംഭവം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഈ പണ്ട് തൊട്ടേ ഈ മീൻ പിടിക്കാനൊക്കെ പോകും, കുളത്തിൽ മീൻ പിടിക്കാൻ പോകും. അവന് ഈ കടൽ കായൽ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് കപ്പലിൽ ജോലിക്ക് കയറുന്നത് പണ്ട് തൊട്ടേ അവന് ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. വേറെ എന്തൊക്കെ കോഴ്സൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. കുറേ നാളായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മാനിഫെസ്റ്റേഷൻ ഉണ്ട്, അത് മാനിഫെസ്റ്റ് ചെയ്ത് നടന്നാൽ മതി, ആവും ആവും ആവും, നിനക്ക് ഇന്നതാവണമെന്നല്ല ആഗ്രഹം, അങ്ങനെ നടക്കുക. അവൻ കുറേ കാലമായിട്ട് നടക്കുകയാണ് അത്രേ. പക്ഷെ അവൻ ഇന്ന് കപ്പലിൽ ജോലി ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്തിട്ട് എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനറിയില്ല. പക്ഷെ അവൻ ഇന്ന് കപ്പലിൽ ജോലി, അവൻ ഇപ്പോൾ നാട്ടിലില്ല, അവന് ആഫ്രിക്കയിലോ അവിടെ എവിടെയോ ആണ് കപ്പലിൽ. ഇപ്പോൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഉള്ളവരുണ്ടാവും. മെയിനായിട്ട് അവർ അതിന് വേണ്ടി ഇൻവോൾവ് ചെയ്ത് ആക്ട് ചെയ്തിട്ടുണ്ടാവും, മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാൻ പണ്ട് ഈ മാനിഫെസ്റ്റേഷൻ നല്ലൊരു കാര്യം അല്ല എന്നല്ല പറയുന്നത്, ഒരു പോസിറ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്. മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇതുപോലെ ആക്ഷൻ എടുത്തില്ലായിരുന്നു. എൻ്റെ വിചാരം അഫർമേഷൻസ് ചെയ്ത് എങ്ങനെ വരുമെന്ന്. ഇവഞ്ച്വലി ആ ഒരു പർട്ടിക്കുലർ കാര്യം നടന്നില്ല. സോ പിന്നെ ഞാൻ ഡൗൺ ആയി, ഭയങ്കര ഡൗൺ ആയി. ഒരു ഒപ്റ്റിമിസ്റ്റിക് പേഴ്സണിൽ നിന്ന് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി, ഫുൾ ടൈം നെഗറ്റിവിറ്റി മാത്രം. അപ്പം എന്നെ പോലെ ഒരുപാട് പേരുണ്ടാവുമല്ലോ, ജസ്റ്റ് അഫർമേഷൻ മാത്രം ചെയ്താൽ മാത്രമുള്ള ഒരു പണി എടുക്കാതിരുന്ന ഒന്നും നടക്കത്തില്ല. അത് ഷുവറാണ്. അല്ലെങ്കിൽ നമ്മളെ ഹെൽത്ത് മെന്റലി നോക്കുമ്പോൾ ഇതിന് കുറേ നമ്മൾ നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ? ഇപ്പോൾ ഒരു അത് തന്നെ നമ്മളിപ്പോൾ അത്രയും മെഡിക്കൽ ഫീൽഡ് ഇതിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? മെഡിക്കൽ ഫീൽഡിൽ മാനിഫെസ്റ്റേഷൻ വലുതായിട്ടൊന്നുമില്ല. അവരാകെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ഉറക്കം വേണം, നല്ല രീതിയിൽ ചിന്തിക്കണം, പോസിറ്റീവ് തിങ്കിങ് വേണം. ഈ ഉറക്കവും ഇല്ലാതെ നെഗറ്റിവിറ്റി മാത്രം കുത്തിക്കയറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ബോഡി ഷട്ട് ഡൗൺ ആവുന്ന ഒരു രീതിയിലാവും. ഒരു മെറ്റബോളിസം ഫുള്ളി കംപ്ലീറ്റ്ലി എല്ലാം കുളമാവുന്നൊരവസ്ഥയാവും. അത് മാത്രമേ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ, സൈക്യാട്രി എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ ഇതിൽ പറയാൻ പറ്റൂ. അല്ലാതെ ഒരു ഡോക്ടറും ഒരു സൈക്യാട്രിസ്റ്റും പറയുന്നില്ല പോയി മാനിഫെസ്റ്റ് ചെയ്യൂ നിങ്ങൾക്കിത് കിട്ടും, അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് നല്ല ഉറക്കം വേണം, നല്ല പോസിറ്റീവ് തിങ്കിങ് വേണം. എങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് വർക്ക് ചെയ്താൽ ആ സംഭവം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലാതെ അതൊരു മെഡിക്കലി അക്സെപ്റ്റഡ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നതാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളതായെന്ന് പറഞ്ഞ് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്ത് അതെനിക്ക് ഭയങ്കര ഡൗട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു സംഭവം നടന്നു എന്ന് വിചാരിച്ച് ഇരിക്കുക, അപ്പോൾ ആക്ച്വലി ബ്രെയിൻ ഇത് നടന്നല്ലോ, ഇനി ഞാൻ വർക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ഐഡൽ പോലെ ആയിപ്പോയാൽ എന്ത് ചെയ്യുക? അത് ഞാൻ ഭയങ്കരമായിട്ട്. പക്ഷെ ഒരുപാട് വീഡിയോസിൽ ഞാൻ നോക്കുമ്പം, ഇപ്പോൾ എനിക്കൊരു ആക്ടർ ആവണമെന്ന് വെച്ചോ, ഞാൻ ആക്ടർ ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഇമോഷൻ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യണം, അപ്പോൾ ഉണ്ടാവുന്ന ഹോർമോൺസ്, എന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, അത് റീക്രിയേറ്റ് ചെയ്യുക. വാട്ട് ഐ വോണ്ട് ടു ബി, ഐ വോണ്ട് ടു റീക്രിയേറ്റ് ദ സെയിം ഇമോഷൻ. അത്രയും എക്സ്റ്റെൻഡിൽ ഞാൻ റീക്രിയേറ്റ് ചെയ്താൽ അത് നടക്കും. അത് ഒരു എക്സ്റ്റെൻറ്റ് വരെ കറക്റ്റാണ്. ഇപ്പം നമുക്ക് പറയാമല്ലോ, ബ്രെയിനിന് നമ്മുടെ ഇമോഷന് ശരിക്കും ഉള്ളതാണോ അല്ലോ ഫേക്ക് ആണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അതൊരു എക്സ്റ്റെൻറ്റ് വരെ കറക്റ്റ്. അതായത് നമ്മൾ ആ പുള്ളിയിൽ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുക, നമ്മൾ വലിക്കുന്നതിൻ്റെ അത് സ്മൂത്ത് ആവും, അത്രയാണ് ഈ സംഭവം അല്ലേ? പോസിറ്റീവ് മൈൻഡ് ആണെങ്കിൽ നമ്മൾ ഇപ്പം നെഗറ്റിവിറ്റി അടിച്ചെടുക്കുന്ന ഒരാളുടെ പ്രശ്നം എന്താണ്? ഹോപ്പ് പോവും. ഞാൻ ഒന്നും ചെയ്തിട്ടും ശരിയായില്ല, ഞാൻ ഒന്നുമല്ല, ഐ എം എ ലൂസർ, ഐ എം നോട്ട് വർത്തി, ഐ കനോട്ട് ഡൂ ദിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിവുണ്ടെങ്കിലും അവരെന്ത് ചെയ്യും? അണ്ടർ എസ്റ്റിമേറ്റ് ആവും. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് വന്ന് എന്ത് ചെയ്യും? അവർക്ക് കഴിവില്ലെങ്കിൽ പോലും ഈ പോസിറ്റിവിറ്റി കാരണം കൺസിസ്റ്റൻസി. ഇപ്പം നമ്മൾ പറയത്തില്ലേ, വെള്ളത്തുള്ളി ഡ്രോപ്പായിട്ട് ഇപ്പം ഭയങ്കര ഒരു ഹാർഡസ്റ്റ് കല്ലിൽ വന്ന് ഡ്രോപ്പായിട്ട് ഒരേ ഏരിയയിൽ തന്നെ വീണുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ബ്രേക്ക് ആവും. വാട്ടർ ഈസ് നോട്ട് സ്ട്രോങ് വെൻ ഇറ്റ് കമ്പയർസ് ടു ദാറ്റ് റോക്ക്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ തുള്ളി വീഴുന്നതുകൊണ്ട് ഇതാവും. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു കഴിവും ഇല്ലാത്ത, പ്രത്യേകിച്ച് വലിയ എക്സ്ട്രാ ഓർഡിനറി കഴിവില്ലാത്ത ആളുകൾ പെട്ടെന്ന് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആവുന്ന കണ്ടിട്ടുണ്ടോ? ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് വേണം.
അതിനൊരു എക്സ്റ്റെൻറ്റ് വരെ മാനിഫെസ്റ്റേഷൻ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നമ്മൾ ചുമ്മാ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും നടക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ നടക്കുന്നത് അത് ഈ ഇടക്കാലം തൊട്ടാണല്ലോ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊരു വാക്ക് അത് ഭയങ്കര ഇതായിട്ട് കയറി വന്നത്. അപ്പൊ അതിന് പ്രത്യേക അജണ്ട എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ കുറേ എന്ന രീതി അല്ലെങ്കിൽ അതെന്തായാലും ഉണ്ട്. കാരണം അതുകൊണ്ട് നമ്മളിപ്പോൾ എപ്പോൾ എടുത്ത് നോക്കിയാലും ഞാൻ ഒന്ന് ഡൗൺ ആയിട്ടിരുന്നിട്ട് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് നോക്കാൻ ഉടനെ ഒരു മാനിഫെസ്റ്റേഷൻ ഒരു ക്ലാസ്സെങ്കിലും ഞാൻ കണ്ടിരിക്കും. പിന്നെ സെലിബ്രിറ്റീസ് ഒരു മെയിൻ ഫാക്ടറാണ്. ഒരുപാട് സക്സസ്ഫുൾ സെലിബ്രിറ്റീസ് വന്നിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, ഞാൻ അത് ചെയ്തു, മാനിഫെസ്റ്റേഷനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുറേ ബോളിവുഡ് ആക്ടേഴ്സൊക്കെ ഇങ്ങനെ പണ്ട് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ക്രിസ്റ്റൽ ഹീലിങ്ങും അങ്ങനെയുള്ള സംഭവത്തിൽ എന്താ ഗോൾഡൻ ടേർട്ടിൽ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു പണ്ട്. ഇപ്പം അതിൻ്റെ പേരൊന്ന് മാറ്റി മാനിഫെസ്റ്റേഷനായി. ഇറ്റ്സ് നോട്ട് ലൈക്ക് അട്രാക്റ്റിംഗ് ദ തിങ്സ് ദാറ്റ് വി വോണ്ട്, വി ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ് വിത്ത് എ പോസിറ്റീവ് മൈൻഡ്. അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നിനക്കെന്തോ തോന്നുന്നേ, നമ്മൾ വർക്ക് ചെയ്യണ്ടേ? അത് അത്രേ ഉള്ളൂ. നമ്മൾ എന്താവണമെന്ന് നമ്മൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തേ പറ്റൂ. പക്ഷെ ഇങ്ങനൊരു സംഭവം കൂടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അറിയില്ലായിരിക്കാം. നമ്മൾ എടുക്കുന്ന ആ ഒരു ആ പ്രഷറും കുറച്ചുകൂടെ സ്മൂത്ത് ആവും. നമ്മൾ അറിയാതെ ആ ഒരു ഇതേ ഉള്ളൂ. നമ്മൾ അറിയാതെ അത് നടന്നുകൊണ്ടേയിരിക്കും. അത് മാത്രമായിരിക്കാം. ഇതിപ്പോൾ പണ്ട് പൗലോ കൊയ്ലോ പറഞ്ഞ കണക്ക് തന്നെയാണ് സംഭവം. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ നമുക്കൊപ്പം ഇവരെല്ലാം നമുക്കൊപ്പം നമുക്ക് ഫേവറബിൾ ആയിട്ട് വരും. പിന്നെ എത്ര മാനിഫെസ്റ്റേഷൻ എന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിലും അതിനിപ്പോൾ ലോകത്തിൽ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമ്മൾ എന്താവണമെന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തന്നെ വേണം അല്ലേ, നല്ല രീതിയിൽ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുന്നവരും ഇതൊരു ബിസിനസ് ആയിട്ട് കാണുന്നവരും ഇത് ജസ്റ്റ് ഒരു അഫർമേഷനിലങ്ങ് നിർത്തിക്കളയും. ഇങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെച്ച് ഞാൻ ഇന്ന ആളാവും, ആയി ഞാൻ ഇങ്ങനെ ഒരാളായി, താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ ഗ്രേറ്റ്ഫുൾ ആണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആവുമെന്ന്, ഇങ്ങനൊരു അത് ആക്ച്വലി ഒരു പൊട്ടത്തിനായിട്ട് എനിക്ക് തോന്നുന്നത്. അത് വിശ്വസിച്ച് ഒന്നും ചെയ്യാതെ ഒന്നും ആവാതെ ഭയങ്കര ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അത് ഏറ്റവും വലിയ പ്രശ്നമാണ് മാനിഫെസ്റ്റേഷനിൽ ഇപ്പം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ അവർക്കൊരു പോസിറ്റീവ് മൈൻഡിൽ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയാതെ ഇവരെന്ത് പറയും? അതെന്തുകൊണ്ടെന്നറിയോ അങ്ങനെ പറയുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളതെന്നറിയോ, ഒരാളും വർക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബ്രെയിനിന് ഒരു പ്രശ്നമുണ്ട്. ബ്രെയിൻ ഏറ്റവും കൂടുതൽ എനർജി സേവ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ബ്രെയിനിൻ്റെ വിചാരം എന്താണ്? ബ്രെയിനിന് നമ്മൾ നല്ല ആളാവണമെന്നൊന്നുമില്ല. നമ്മൾക്ക് മാക്സിമം നമ്മളിലുള്ള എനർജി സേവ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ കൂട്ടിത്തരും. അതാണ് ബ്രെയിനിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ നമുക്ക് മാർക്ക് വാങ്ങണം, നമ്മൾ സക്സസ്ഫുൾ ആവണം, പ്രൊഡക്റ്റീവ് ആവണം എന്നൊന്നും ബ്രെയിനിന് ആഗ്രഹമില്ല. ബ്രെയിൻ ആക്ച്വലി ഒരു പൊട്ടനാണ്. എത്ര കാലം നമ്മളെ ഈ ഒരു മെഷീനെ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കാലം കൊണ്ടുപോകണം. സോ അതുകൊണ്ട് നമുക്ക് ഉറക്കം ഇഷ്ടമാണ്, നമ്മൾ മടിയരാകും. നമുക്ക് ഫിസിക്കലി ഉള്ള മാനുവലി കാര്യങ്ങൾ ചെയ്യാൻ പൊതുവെ ആളുകൾക്ക് ഇഷ്ടമാണോ? മടി വരത്തില്ലേ? ഇത്രയും പണിയെടുക്കണമല്ലോ. അതൊക്കെ ഈ ബ്രെയിൻ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യണതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനർജി ലോസ് ആവും. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പം അതാണ് ഈ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾ കോറായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു അഫർമേഷൻ എഴുതിയ ഒരു സംഭവം നടന്നാൽ അതല്ലേ വിശ്വസിക്കൂ? അല്ലെങ്കിൽ നീ പോയി ആ പണി എടുത്തിട്ട് നീ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. നിനക്ക് സിനിമയിൽ കയറണമെങ്കിൽ നീ ഓഡീഷന് പോകും, നീ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യും, ഓരോ ആളുകളെ അപ്രോച്ച് ചെയ്യൂ, നിൻ്റെ കഴിവ് കാണിച്ചു കൊടുക്കൂ, ഒരു ഷോർട്ട് ഫിലിം എടുത്ത് കാണിച്ചു കൊടുക്കൂ, നീ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കൂ. ഇതൊക്കെ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, എഫേർട്ടും ടൈമും നമുക്കിഷ്ടമല്ല, പലർക്കും ഇഷ്ടമല്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിലും പണി എടുക്കണമല്ലോ എന്നൊരു എക്സ്റ്റെൻറ്റ് വരും. പക്ഷെ ഒറ്റ ലൈനിൽ നമ്മുടെ ആഗ്രഹം നടക്കുമെന്ന് ഇവർ വിശ്വസിപ്പിച്ച ആളുകൾ അതിലേ വിശ്വസിക്കുള്ളൂ. അതാണ് ഇപ്പോൾ ആക്ച്വലി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്. മീനാക്ഷി, അപ്പോൾ നമ്മുടെ പുതിയ കുട്ടികളുണ്ടല്ലോ, പുതിയ പിള്ളേർ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഇനി പുതിയതായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുന്നവരോട് എന്തായിരിക്കും കൊടുക്കാനുള്ള ഒരു ടിപ്പ് പോലെ എന്തെങ്കിലും? ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ലോസ് പോയിന്റ് എത്തിയപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ വിശ്വസിക്കാൻ തുടങ്ങി. അത് ചെയ്തിട്ടെങ്കിലും ഞാൻ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തിങ്കിയത്. ഐ എം നോട്ട് എ പ്രോ ഇൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ടേമിൻ്റെ കുറിച്ച് ഇത്രയും സംസാരിക്കാൻ മാത്രം ഒരു ഓതറൈസ്ഡ് പേഴ്സൺ അല്ല ഞാൻ സെർച്ച് ചെയ്ത് കണ്ടതാണ് ഇതൊക്കെ. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. സ്റ്റോപ്പ് ചെയ്യാതെ കൺസിസ്റ്റൻസി, നമുക്ക് പെർസീവറൻസ് കുറയും, നമ്മുടെ സ്ഥിരോത്സാഹം കുറയും. നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കും, 2 ദിവസം ചെയ്യും, പിന്നെ നമ്മൾ ഡൗൺ ആവും. പിന്നെ ഡൗൺ ആയെന്ന് പറഞ്ഞ് റിഗ്രറ്റ് ആവാതെ ഡൗൺ ആയി ഞാൻ പിന്നെയും തുടങ്ങും, ഇനിയും ഡൗൺ ആയാൽ ഞാൻ പിന്നെയും തുടങ്ങും. കൺസിസ്റ്റൻസി അല്ല ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ് നമുക്ക് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റത്തില്ല. കൺസിസ്റ്റൻസി പോയാൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഞാൻ എന്തായാലും അത് നേടിയെടുക്കും. ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുക. അതെന്തായാലും ഞാൻ നേടിയെടുക്കും, അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യും.
പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ വെറി ചെയ്യാതിരിക്കുക. അത് മാത്രമേ ഉള്ളൂ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. അത് മാത്രമേ ഉള്ളൂ ആക്ച്വലി. നമ്മുടെ ബ്രെയിനിനെ പോസിറ്റിവിറ്റി കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കുറയും. കുറച്ച് നമുക്ക് സ്ട്രെസ്സ് വേണം. നമുക്കിപ്പോൾ ഒരു എക്സാമിന് പഠിക്കുക, നമ്മൾ ചുമ്മാ ലെഷർ ടൈം കൗച്ച് പൊട്ടറ്റോ ആയിട്ട് TV കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും ആവത്തില്ല. നമുക്കിത് എക്സാം അറ്റൻഡ് ചെയ്യണമല്ലോ, ഒരു കുഞ്ഞ് സ്ട്രെസ്സ് നമുക്ക് ആവശ്യമുണ്ട്, ഒരു പുഷ് വേണം. പക്ഷെ എന്നും പറഞ്ഞ് ഓവർ സ്ട്രെസ്സ് വരുത്തി ലൈഫ് നശിപ്പിക്കുന്നതിനേക്കാളും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എല്ലാം നല്ലതിനാണ്. ഒരവസരം പോയാൽ ഇതിൽ നിന്ന് നല്ലത് എനിക്ക് വരും, എനിക്ക് ആവശ്യമില്ലാത്തതാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നല്ലത് എനിക്ക് സ്വയം ഉണ്ട്. നമ്മളെല്ലാവരും ഭയങ്കര പവർഫുള്ളാണ്. അവർ ബ്രെയിൻ ഈസ് എ വെരി പവർഫുൾ വെപ്പൺ. മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും ഇത്രയൊക്കെ ഡെവലപ്മെൻറ്റും ഇത്രയും ഒരു ഇൻ്റലിജൻറ്റ് ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആനിമൽ എന്നുള്ളൊരു ലിവിങ് ബീങ് മനുഷ്യനാവാൻ പറ്റിയ എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയോണ്ടാണ്. നമ്മുടെ ചിന്തകൾ അവസാനം കൊളൈഡ് ചെയ്ത് നമുക്ക് തന്നെ പ്രശ്നമാവരുത്. അപ്പം ജസ്റ്റ് മനുഷ്യനെ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലുള്ള ടേംസിൽ വിശ്വസിക്കില്ല. ജസ്റ്റ് ഒരു പേപ്പറിൽ 2 വരി എഴുതി എന്ന് പറഞ്ഞ് നമ്മളിതാവത്തില്ല. പക്ഷെ നമ്മളൊരു സ്ട്രോങ് ബിലീവ് എടുക്കുക, നമ്മളിതാവും. എന്നിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ. ദർ ഇസ് നോ ലൂപ്പ് ഹോൾ. പണിയെടുക്കുന്നിടത്ത് പണിയെടുക്കണം. അതിൽ ജസ്റ്റ് ഒരു 2 വാക്ക് എഴുതി വെച്ച് നന്ദി പറഞ്ഞെന്ന് പറഞ്ഞ് നടക്കത്തില്ല. നമ്മളിപ്പോൾ പോയി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവം സാധിച്ചു തരുന്നുണ്ടോ? ഗോഡ് ഈസ് നോട്ട് എ ജീനി, ബട്ട് വി ബിലീവ് ഇൻ ഗോഡ് ബിക്കോസ് വി ഹാവ് ദാറ്റ് ഫിയർ, അല്ലെങ്കിൽ സംവാട്ട് ലൈക്ക് എ ഹോപ്പ്. അതുപോലെയാണ് മാനിഫെസ്റ്റേഷൻ. എല്ലായ്പ്പോഴും മാനിഫെസ്റ്റേഷൻ വിശ്വസിക്കുന്ന എപ്പോഴാണ്? ഫെയിലിയർ ആവുന്ന ആളുകളാണ്. അല്ലാതെ എല്ലാം സക്സസ്ഫുൾ ആവുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പം എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുക, പോസിറ്റീവ് ആവുക, ബി ഓപ്റ്റിമിസ്റ്റിക്. അപ്പോൾ മീനാക്ഷി പറഞ്ഞത് വെച്ചിട്ട് മൊത്തത്തിലുള്ളൊരു ഇതിവൃത്തം എന്താണെന്ന് വെച്ചാൽ പണിയെടുക്കുക. യെസ്, അല്ലേ? Yep. അത്രേ ഉള്ളൂ. So viewers, thank you for your time. We need your valuable comments. So comment below.